കുടുംബ കസിൻസ്. അപ്പൊ കാർ മാറ്റിക്കളാം. ഷൂട്ട് ചെയ്യാൻ വന്ന വീട് മുഞ്ചി ഗൈസ്. 1-2 വണ്ടി ചെയ്യണ്ടപ്പോ മുറ്റത്ത് വണ്ടിയാക്കിയിരുന്നു ഉറച്ചല്ല. എന്തേ മോനെ? ക്രോസ് ഇട്ടിക്കണ. ഹലോ മച്ചാമാരെ, അൺഎക്സ്പെക്റ്റഡാ. ഹായ്, ഹലോ. ഉദയശാൽ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഒരു കാര്യമുണ്ട്, എല്ലാവരും എന്നോട് കുറെ പേര് പെരുന്നാൾ വ്ളോഗ് എന്താ വരാത്ത, പെരുന്നാൾ വ്ളോഗ് ഇടാത്ത എന്താ? കാരണം പെരുന്നാൾ കഴിഞ്ഞിട്ട് 2 ദിവസമായല്ലോ. ആക്ച്വലി അന്ന് വ്ളോഗ് ഞാൻ ചെയ്തിരുന്നു കേട്ടോ. അന്ന് പറ്റിയതെന്ന് വെച്ചാൽ, ഒന്ന് ഫസ്റ്റ് ഞങ്ങൾ പോകുന്ന വഴിക്ക് എൻ്റെ വണ്ടിയുടെ ടയർ പൊട്ടി ചെറിയ പ്രശ്നങ്ങളുണ്ടായി. രണ്ടാമത്തെ കാര്യം, എൻ്റെ കുടുംബത്തിന് ചെറിയൊരു അന്ന് തന്നെ ഒരു പ്രശ്നമുണ്ടായി. മൂന്നാമത്തെ കാര്യം, ഞങ്ങൾ കറങ്ങാനൊക്കെ പോയപ്പോൾ നമ്മുടെ കൂടെ കുടുംബത്തിലുള്ള ഒരു 2 പെൺകുട്ടികൾ, ഇതുവരെ വിഷ്വലിൽ വരാത്ത 2 പേരുണ്ടായിരുന്നു. അപ്പം ആ 2 പേരെ എല്ലാ ഫ്രെയിമിലും അവരുണ്ട്, ഞാൻ ഷൂട്ട് ചെയ്ത സകല ഫ്രെയിമിലും. അപ്പോൾ അവരെന്നോട് പറഞ്ഞ് അത് അപ്ലോഡ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു എന്ത് പറ്റിയടാ? അല്ല, അത് വേണ്ട, ചിലപ്പോൾ കെട്ടിയവന് ഇഷ്ടപ്പെടില്ല എന്നൊക്കെ പറഞ്ഞു. സോ നമ്മൾ മാനിക്കണം. കാരണം അവർക്ക് ചിലപ്പോൾ ഭാര്യമാരിങ്ങനെ വീഡിയോയിൽ വരുന്നത് താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കുമല്ലോ പറഞ്ഞത്. അപ്പം ഞാൻ കരുതി കുഴപ്പമില്ല. ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന എല്ലാ ഫ്രെയിമിലും അവരുണ്ട്, എനിക്ക് അവരില്ലാത്തൊരു ഫ്രെയിം ഇല്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഞാൻ എന്തൊക്കെയോ പറയുന്നൊരു സംഭവമുള്ളൂ, അത് ഇട്ട് കഴിഞ്ഞാൽ അതിലും ബോറായിരിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു സംഭവം വേണ്ടാന്ന് വെച്ചു. പിന്നെ ഞാൻ വേണമെങ്കിൽ ഒന്ന് ഈ ഒരു വീഡിയോയുടെ ഇപ്പം ഞാനൊന്ന് പ്ലേ ചെയ്യാം. ഞങ്ങൾ രാവിലെ ആ പള്ളിയിൽ പോയ സമയവും എൻ്റെ വീട്ടിലുള്ളൊരു ചെറിയ സംഭവം ഞാനൊന്ന് പ്ലേ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇപ്പം ഞങ്ങൾ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ഫോട്ടോ എടുക്കലൊക്കെ ആയിട്ട്. പെരുന്നാളിന് അത്യാവശ്യം നമുക്ക് നല്ല ഫോട്ടോസ് ഒന്നും കിട്ടിയിട്ടില്ല. എനിക്കല്ല, എനിക്ക് എൻ്റെ ഫോട്ടോ ഭ്രാന്തില്ല. തോ ഇവക്ക് പിന്നെ അവിടെ ഒരാളുണ്ട്, ഞാൻ കാണിക്കുന്നില്ല. പിന്നെ ഇതാ ഇവനൊക്കെ ഫോട്ടോ കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ 1-2 ഫോട്ടോസൊക്കെ എടുത്ത് അവർക്കൊരു സന്തോഷം, എനിക്കൊരു സന്തോഷം. പിന്നെ കുടുംബത്തിൽ അത്യാവശ്യം കഴിവുള്ളൊരു ക്യാമറമാനും കൂടിയാണല്ലോ ഞാൻ. ഏത് മറ്റേ എന്താ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഞാൻ ആ പെരുന്നാളിൻ്റെ കുറച്ച് സംഭവങ്ങൾ, എനിക്ക് ഇടാൻ പറ്റുന്ന സംഭവങ്ങൾ ഞാൻ ഇടാം. അതിനുശേഷം നമുക്ക് ഇന്നത്തെ ഒരു സംഭവം കൂടി കഴിഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും പെരുന്നാൾ കഴിഞ്ഞ് 3-ാമത്തെ ദിവസമാണ് ഷൂട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ 4-ഓ 5-ാമത്തെയോ ദിവസമാവാൻ സാധ്യതകൾ ഇല്ലാതില്ല. അതിനൊപ്പം തന്നെ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നത് പറയും, ഷോർട്സിൽ കുറേ കണ്ടന്റ് കഷ്ടപ്പെട്ട് ചെയ്യുന്നതിന് പകരം പ്രതികരിക്കാൻ തുടങ്ങി. പല കാര്യങ്ങളും കാണുമ്പോൾ ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്, പലതിനും പ്രതികരിക്കേണ്ട സാഹചര്യം അതൊന്നും പറ്റുന്നില്ലല്ലോ എന്ന്. ഇപ്പോൾ എനിക്ക് എൻ്റേതായൊരു ഫ്രീഡം പ്ലാറ്റ്ഫോം ഉണ്ട്. എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഫ്രീലാൻസർ എന്ന് പറയാം. എനിക്ക് പ്രതികരിക്കാൻ ഒരു ന്യൂസ് ചാനൽ തുടങ്ങണമെന്ന് ആവശ്യമില്ല. ഇപ്പോൾ എവിടെയും ഒരു സർട്ടിഫൈഡ് എഗ്രിമെൻ്റ് വെച്ച് ചെയ്യുന്നതല്ല. യൂട്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പുകവലിക്കുന്ന സാധനം ഇട്ടാൽ പോലെ അതിൻ്റെ താഴെ നമുക്ക് അതിനൊരു സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്നുപോലെ ഇടേണ്ട ഒരു ആവശ്യമില്ലാത്തൊരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. നിയമപരമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന നമ്മുടെ ഏതൊരു പ്രതികരണവും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ യൂട്യൂബ്, ഇൻസ്റ്റയിൽ ഇപ്പോൾ നിലവിൽ അതുപോലത്തെ റിയാക്ഷൻ വീഡിയോസ് കൂടി ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ചോദിച്ചു തരണം, നിങ്ങളെന്താ കണ്ടന്റ് വിട്ട് ഇതിലേക്ക് വന്നതെന്ന്? കണ്ടന്റ് വിട്ടിട്ടല്ല, പക്ഷെ പല കാര്യം കാണുമ്പോൾ നമുക്ക് സംസാരിക്കണമെന്ന് തോന്നാറുണ്ട്. ഇതിനിപ്പോൾ എനിക്ക് നിയമസഭയിൽ പോയി സംസാരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ എനിക്ക് എൻ്റെ ചുറ്റുപാടിൽ ജനങ്ങളെ അറിയിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമും കൂടിയായിട്ടാണ് ഇനി മുതൽ ഞാൻ എൻ്റെ യൂട്യൂബിനെയും ഇൻസ്റ്റയൊക്കെ കാണുന്നത്. ഇതുവരെ ഞാനൊരു ഇൻഫ്ലുവൻസർ എന്ന പദവി ഒന്നിനും യൂസ് ചെയ്തിട്ടില്ല. ഇനി അങ്ങോട്ട് അങ്ങനെയല്ല. അതിനിപ്പോൾ ഏത് രാഷ്ട്രീയപരമായിട്ട് ഞാൻ പലപ്പോഴും വി ഡി സതീശനെ കുറിച്ചിട്ടപ്പോൾ ആളുകൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ കട്ട UDF കാരനല്ലേ, പലരെന്നെ മുസ്ലിം ലീഗ് മൂരി എന്നൊക്കെ പറഞ്ഞു. ആക്ച്വലി എൻ്റെ രാഷ്ട്രീയം വ്യക്തികളോടാണ് അന്നും ഇന്നും എന്നും. എനിക്ക് തെറ്റുപറ്റിയൊരു കാലമുണ്ട്, CPM എന്ന പാർട്ടിയെ മാത്രം മുറുകെ പിടിച്ചു പോയൊരു കാലമുണ്ട്. ഇന്ന് ഞാൻ CPM-ലുള്ള പലരും ഇഷ്ടപ്പെടുന്നുണ്ട്, UDF-ലുള്ള പലരും ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം വ്യക്തികളെ മാത്രം നോക്കി രാഷ്ട്രീയത്തിലേക്ക് മാറുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ നിലപാട് എന്താണെന്നുള്ളത് നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. അക്കപ്പോട്ടെ കളവള എല്ലാം കഴിഞ്ഞാൽ നമുക്ക് പെരുന്നാളിന്റെ വിഷയം മുതൽ ഇനി അങ്ങോട്ട് കണ്ടുപോകാം. ഓക്കെ, ഹലോ മച്ചമ്മരെ, അസ്സലാമു അലൈക്കും, ഈദ് മുബാറക്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്. പള്ളിയിലൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. പള്ളി പോയി രാവിലെ ഒന്ന് താടി എടുത്തിട്ടില്ല. എനിക്ക് നാളെ മറ്റന്നാളെല്ലാം വലൈഹിസ്സലാം, ഈദ് മുബാറക്. എല്ലാം ഉണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്.
അങ്ങനെ ഞാനത് കണ്ടിന്യൂറ്റി ഉള്ളതുകൊണ്ട് എനിക്ക് ഷേവിന്റെ ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിലിപ്പോൾ ഒരു കൂതർ ലുക്കാണ്. നമ്മൾ കണ്ടതല്ലേ ഷൂട്ട്. കാര്യമായ തിരക്കാട്ടാ. ഇതെല്ലാം എന്നെ ഊട്ടി പറയാണ്ട് പോയത്. എന്ത് വിസിയില്ല. ഇതാ ക്രൗഡ് കൺട്രോൾ ആക്കുന്നല്ലോ. വേറെ അതാ ഇപ്പൊ തണുത്ത കാറ്റടിക്കുന്നു. ഊട്ടിന്ന് വന്നിട്ട് 3 ദിവസം ഊട്ടിയിലെണ്ണ. എന്ത് കാറ്റുതാ. കുടുംബത്തിന് പോട്ടെ. കുടുംബത്തിന് പോട്ടെങ്കിലല്ലേ ഇവിടെ നിൽക്കുന്നല്ലേ കുടുംബത്തിന്. അത് വീഡിയോ ഫോട്ടോ എടുക്കണ്ട. കുടുംബ കസിൻസ്. അപ്പൊ കാറ് മാറ്റിക്കളാ. ബസ്സിലേക്ക് എവിടെ നിൽക്കറാ? എന്ത് ചെയ്യടാ? നല്ലതാ. അതാൻ്റെ മാറുള്ളത് തന്നെ. 1-2 വണ്ടി ചെയ്യണ്ടപ്പോ മുറ്റത്ത് വണ്ടിയാക്കിയിട്ട് നിറച്ചല്ല. എന്താക്കുന്ന 1 ഗ്ലാസ് വെള്ളത്തിന് 4 ആൾ കുടിക്കോ ഷെയർ ആക്കിട്ട്? അങ്ങ് തരുന്ന എങ്ങനെയൊന്നും വേണല്ലോ. ഗ്ലാസ് വേണ്ട ഇത്ര. ബാബാ ഉള്ളക്കോ. ഇത് ചെരുപ്പല്ല ഇച്ചിന്. നീ കഴിച്ചിട്ടില്ല. സന്തോഷം കൊണ്ടുവരാ. നിങ്ങളെല്ലാം വന്ന് ഒരു സന്തോഷം കൊണ്ടാണ് ഇത് വീഡിയോ എടുക്കുന്നത്. സ്വരത്തോട് പാപ്പി ഷൂട്ട് ചെയ്യാൻ വന്ന വീട് മൂഞ്ചി ഗൈസ്. വല്ലാത്തൊരു മൂഞ്ചലായിപ്പോയി. ഇത് അത്യാവശ്യം നല്ല ഫ്രെയിമൊക്കെ ഉള്ള വീടാണ്. അതുകൊണ്ടാണ് ഇവിടെ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞല്ലേ, അങ്ങനെ ആൾക്കാരില്ല വീട്ടില്. 2 വീട്ടിലില്ല. പക്ഷേ സഷി ഓഫ് ദ ഇയർ. എന്തായാലും കഷ്ടകാലം നമ്മൾ അടുത്തുനിന്ന് എവിടെയും പോയിട്ടില്ല. അത് തൊട്ടടുത്ത് നമ്മളെ കൂടെ തന്നെ ഉണ്ട്. ആരുടേത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പരിപാടി മൂഞ്ചി. ഇനിയിപ്പോ നാളെ നമുക്ക് നോക്കാം. അവിടെ എവിടെയാ എന്ത് ലൈറ്റർ ഇത്. എന്താക്കുന്ന നൈശാന? എന്റെ ഡ്രസ് മാറ്റിട്ട് വെക്കാം. വൈറ്റ് ഡ്രസ് 3 നാളെ നമ്മളെ ബോസിന്റെ പേർക്ക് മതി. പിന്നെ തരോ നല്ല ഫ്രെയിം വേണം. അത്രേ ഉള്ളൂ നമുക്ക്. ഇല്ലെങ്കിൽ നേരെ വിൻ ടച്ച് വേണം. ഇല്ല പിന്നെ സിറ്റി സെന്റർ. ടച്ച് ആടെ സിറ്റി സെന്റർ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. 2-3 ആണ്. ഏണപ്പതിന്റെ അപ്പുറത്താ ഫോറം എല്ലാം ആടല്ലേ? സ്റ്റേറ്റ് ബാങ്കിന്റെ പിന്നെ അറിയില്ല. ഏനപ്പതിന്റെ അപ്പുറത്ത് ಗೊತ್ತಿಲ್ವಾ ಮಗ? നല്ലുണ്ടോ അത്? സൗദയിലല്ലേ? സൗദാന്റെ കാൽക്കുലേഷനിൽ ചിലപ്പോ നല്ല ഇതായിട്ടുണ്ടാവും. മലനിരക്ക്
സംഭവം ഈ നാട്ടിലില്ലേ, പുറത്തുനിന്ന് വരുന്ന ആള് വരുമ്പോ ഇല്ലേ, പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കല്ലേ ഇതൊരു നല്ല പാങ്ങായിട്ടുണ്ടാവും. ഇതെല്ലാം കാണാം വൈകുന്നേരം മാത്രമല്ല, നല്ല മഞ്ഞ് കാലത്തെല്ലാം നല്ല മഞ്ഞെല്ലാം എണീറ്റ് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഊട്ടി കണ്ട് പിടിഞ്ഞ ആള് ഒരാഴ്ചക്കാലം 1-2 അത് ഷൂട്ടിങ്ങിന് ലൊക്കേഷൻ നോക്കാൻ തന്നെ 3 ദിവസം. നാളെ കാക്ക പിന്നെന്താ അപ്പൊ ഉമ്മാരിക്കും ഇപ്പൊ പരുക്കുമ്പോ ഇത്ര പെട്ടെന്നാ. അങ്ങനെ ആക്കാം. കാറ് അപ്പൊ നിങ്ങൾ ഇങ്ങനെയാ ഫോട്ടോ എടുക്കാൻ ഇങ്ങനെ പല വീട്ടിലേക്കും പോക്കലുണ്ടാ? ഞങ്ങളുണ്ട് കേട്ടോ. ഇത് ആദ്യത്തെ പരിപാടി ഒന്നുമല്ല, ഇത് മുമ്പേ ഉണ്ട് ഞങ്ങൾക്കിത്. നല്ല നല്ല വീട് കണ്ടാ തപ്പി പിടിച്ച് പോയി ഫോട്ടോ എടുക്കല്. വീടിന്റെ അകം കിട്ടാനല്ല, ആ പുറത്തുള്ള ഭാഗം. പക്ഷെ ഞങ്ങൾ തോറ്റുകൊടുക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ഇതാണ് ഞങ്ങളുടെ വീട്. ഞാനാണ് ക്യാമറമാൻ വന്നിട്ടാ. എന്താ മോനെ? ക്രോസ് കെട്ടിക്കണ എടുത്തു. എന്നാ ഞാൻ എടുക്കുന്ന എന്തെല്ലാം പണിയുണ്ട് ഇത് ഫുള്ളല്ല. ഇത് ബോർ കാലന ഇങ്ങനെ ബോർ കാലന ബോർ കാലന ബസ് ഈ അലാക്കിന്റെ പ്രൈവസി ക്ലാസ് ആയിട്ട് കാണുന്നില്ല. സിംഗിൾ എടുക്കാനില്ല, എനിക്ക് ഫുൾ എടുക്കുന്നത് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. നിന്റെ നല്ലാന്നില്ലേ ഫോട്ടോ മിച്ച? എന്നെ ഒരു ബംഗാളി എന്നാണ് ഇവർ വിചാരിക്കുന്നത് എന്ന് തോന്നുന്നു. ഇത്രയല്ല ഫോട്ടോ എടുക്കാൻ ഞാൻ വരുമല്ലോ, എൻ്റെ ഒരു ഫോട്ടോ സത്യമായിട്ട് എവിടെയും കാണാറില്ല. എന്ത് കാരണം എന്താ? എൻ്റെ ഫോട്ടോ എടുക്കാൻ ആളില്ല, വരുന്നവരെ ഫോട്ടോ എടുത്ത് കൊടുക്കാന്ന്. ഒരു ഫോട്ടോക്ക് 10 വെച്ചിട്ട് ഇഷാന 10-15 ഫോട്ടോ റെഡിയാക്കി 150 രൂപ. അല്ല, ഞാൻ എടുത്ത് 300 ഫോട്ടോ എടുത്തിന്, അത് നോക്കണ്ട. പപ്പിഷു എന്തിനാ ചിക്കനെ ഏത് ചിക്കനെ? നിങ്ങൾ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഫോട്ടോ എടുത്തിട്ട് വരുന്ന കിടാൻ നോക്കിക്കോണോ ചപ്പു? ഇനി പോലിയേ ക്യാ കറിനേക്കാ? ആ ബാക്ക്ഗ്രൗണ്ട് നല്ല ഉണ്ടാവല. ഈ ബാക്ക്ഗ്രൗണ്ട് എന്തിപ്പോ വീഡിയോ ഫോട്ടോയാ? പ്രൈവസി ഗ്ലാസ് ആയിട്ടില്ലേ? ഇങ്ങനല്ലേ, സോറി തല കാണുന്ന പോലില്ല. എന്ത് പ്രൈവസിയാ അപ്പോ? അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മുടെ പരിപാടിയെല്ലാം അത്യാവശ്യം കഴിഞ്ഞിട്ടാ. പിന്നെ ഇടയ്ക്കൊരു അവിടെ കാണുന്നതെന്ന് പറഞ്ഞൂടാ, ഇവിടെ ആ 2 പേര് നടന്നു പോകുന്നുണ്ടാ. നമ്മളെ സുഹൃത്താണ്, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കണ്ട് അവനോട് കുറേ നേരം സംസാരിച്ച്, അങ്ങനെ ഒരു അരമണിക്കൂർ അവനോട് തന്നെ സംസാരിച്ചു. പഴയ കഥകളൊക്കെ സംസാരിച്ചിരുന്നു. ഞാൻ വീഡിയോ ആക്കിയിട്ടില്ല, പെട്ടെന്ന് രസമില്ല. പിന്നെ
ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല, വീട്ടിൽ പോവാ, കഞ്ഞിയും കുടിച്ചുറങ്ങുക, അത്ര തന്നെ. എന്തായാലും എൻ്റെ പെരുന്നാൾ വീഡിയോ ഇടാൻ പറ്റാത്തത് അതെനിക്ക് ഇവിടെ ഉണ്ട് കേട്ടാ, ഒരു സങ്കടം. എന്നാ തെറിക്കല്ലേ ഞാൻ വ്ളോഗ് ഇല്ലില്ല, എൻ്റെ ലൈറ്റിൽ സെറ്റ് ആവൂല. ആ പോവല്ലേ, നോക്ക് വൈറ്റ് എന്ന് പറഞ്ഞാൽ നോക്ക്, വൈറ്റ് കാണുന്നുണ്ടാ, എടുത്ത് കാണുന്നു, അതാണ് ഈ വൈറ്റ്. പകൽ ലൈറ്റിൽ ലൈറ്റ് അപ്പ് ചെയ്യാത്ത ലൈറ്റിൻ്റെ അല്ല പ്രശ്നം. ഏത് നല്ല ആട്ടേന് അത് ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കായിരിക്കും അതിന്റെ ബുദ്ധിമുട്ട്. പോയി സഭ അപ്പൊ മച്ചാനിമാരെ നല്ലല്ല ഇതുപോലത്തെ കുറച്ച് ഊള തരവും കുറച്ച് നല്ല തരവുമായിട്ട് ഞാൻ വീണ്ടും വരാം. ആരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല നോക്കുന്നുണ്ട്. അത് ഉദാശാൽ നോക്കുന്നത് അല്ല, ഏത് വെകടനാന്ന് പറഞ്ഞ് നോക്കുന്നതെന്ന് പറഞ്ഞൂടാ. പിന്നെ താടി എടുക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്ന്, ഷൂട്ടിൻ്റെ ഡേറ്റ് പെരുന്നാളിൻ്റെ വിറ്റെന്ന് പറഞ്ഞിട്ട് അത് മാറ്റി. ഇനിയിപ്പോൾ താടി എടുത്താൽ അന്ന് വിളിക്കുകയാണെങ്കിൽ അതും പ്രശ്നമാണ്. ഞാൻ ടീമിനോട് സംസാരിച്ചിട്ടുണ്ട്, എനിക്കിപ്പോൾ എൻ്റെ ലുക്കൊന്ന് മാറ്റണം, മുടിയൊക്കെ കട്ട് ചെയ്യണം, ഒന്നെങ്കിൽ പെട്ടെന്ന് ഷൂട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാമെന്ന് പറഞ്ഞിട്ട്. കാരണം ഇതിങ്ങനെ വെച്ച് ഭ്രാന്ത് പിടിക്കുന്നു, ഒരു ഷേപ്പില്ല താടി മീശയൊക്കെ. അപ്പോൾ എന്തായാലും ഗൈസ് ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും. സ്ലാം.